ഇൻ പ്രിൻസിപ്പിൾ ഇതുപോലത്തെ കാര്യങ്ങളിൽ ഇടപെടാമോ? ശരി, ഇടപെടാമെന്ന് വെച്ചോ. അങ്ങനെയാണെങ്കിൽ കാരണവർ വധക്കേസിൽ ഷെറിനെ തുറന്നു വിടുമ്പോൾ അപ്പോൾ ബഹളം വയ്ക്കരുത്. അവിടെ വേറൊരു ധാർമ്മികത വരുന്നത് എങ്ങനെയാണ്? ഇതേ പ്രശ്നമല്ലേ ഷെറിൻ്റെയും. ഷെറിൻ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവിൻ്റെ അച്ഛനെ കൊന്നു. എന്തോ അവരുടെ ലവറുമായിട്ട് ഓർഗനൈസ് ചെയ്തിട്ട് കൊന്നു കളഞ്ഞു. 14 വർഷമായി അവർ ജയിലിൽ കിടക്കുന്നു. മക്കളുണ്ട്, അവരുടെ പ്രായമായ അച്ഛനും അമ്മയും ഉണ്ട്. അപ്പോൾ 14 വർഷം സാധാരണയിൽ ഇന്ത്യയിലെ ഒരു പതിവാണ്. ജീവപര്യന്തം എന്നൊക്കെ പറയുമെങ്കിലും 10-14 വർഷം കഴിയുമ്പോൾ തുറന്നു വിടും. അപ്പോൾ ഇവർക്ക് ഇടയ്ക്കിടയ്ക്ക് പരോൾ ചോദിക്കുമ്പോഴൊക്കെ പരോൾ കിട്ടിക്കൊണ്ടിരുന്നു. കൊടിസിനിക്ക് പരോൾ കിട്ടിക്കൊണ്ടിരുന്നു, ഗിർമാണി മനോജിന് കിട്ടിക്കൊണ്ടിരുന്നു, കുഞ്ഞനന്തനും കിട്ടിക്കൊണ്ടിരുന്നു. എത്രയോ പേർക്ക് ചോദിക്കുമ്പോഴൊക്കെ പരോൾ കിട്ടിയിട്ടുണ്ട്. പരോളെ കിട്ടാതെ കിടക്കുന്നവരുമുണ്ട്. ഞാൻ പറയുമ്പോൾ എല്ലാവരും കുറ്റം പറയും. ദാരാസിംഗ് എന്നൊരു കഥാപാത്രത്തെ ഓർക്കുന്നുണ്ടോ? ഗ്രഹാം സ്റ്റെയിൻസ്. ആ ഗ്രഹാം സ്റ്റെയിൻസ് കൊലപാതകത്തിൽ ദാരാസിംഗിനെ തൂക്കിക്കൊല്ലാൻ വിധിച്ചില്ല. കാരണം എന്താണെന്നറിയാമോ? ആ കാറ് കത്തിക്കുമ്പോൾ അതിനകത്ത് ഈ പറഞ്ഞ ഗ്രഹാം സ്റ്റെയിൻസും മക്കളും ഉണ്ട് എന്ന് ദാരാസിംഗിന് അറിയില്ലായിരുന്നു. അയാളുള്ള വിരോധം കൊണ്ട് കാറിന് തീ വെച്ചു. തണുപ്പ് കാലം. ഇവർ ചില്ലൊക്കെ പൊക്കി കാറ് പാർക്ക് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ദാരാസിംഗിൻ്റെ വിചാരം പാർക്ക് ചെയ്ത കാറാണ്. ശരി, ഇവൻ്റെ കാറ് കത്തിച്ചിട്ട് ബാക്കി കാര്യം. ഇതിനകത്ത് ആളുണ്ട് എന്ന് അയാൾ അറിഞ്ഞില്ല. ഇത് വിചാരണയിൽ കോടതിക്ക് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് ജീവപര്യന്തം തടവാക്കിയത്. തൂക്കിക്കൊള്ളണമെന്ന് പറഞ്ഞാൽ എല്ലാവരും. ഇപ്പോൾ വർഷം എത്രയായി? എൻ്റെ അറിവിൽ 24 വർഷമായി ഒരൊറ്റ പരോൾ കൊടുത്തിട്ടില്ല ദാരാസിംഗിന്. ഒരു തവണ. അയാളുടെ അമ്മ മരിച്ചപ്പോൾ പോലും, സാധാരണ എല്ലാ തടവുകാർക്കും കൊടുക്കുന്നതാണ്, അമ്മയോ അച്ഛനോ മരിച്ചു കഴിഞ്ഞാൽ പോയി കാണാനായിട്ട്, ദാരാസിംഗിന് അതുപോലും കൊടുത്തില്ല. ഈ അന്യായം ആരെങ്കിലും ചോദ്യം ചെയ്യുന്നുണ്ടോ? ആരുമില്ലല്ലോ. എല്ലാവരും ഷെറിൻ്റെ പിന്നാലെ, നിമിഷപ്രിയയുടെ പിന്നാലെ. യു ഡോണ്ട് ഹാവ് എനി പ്രിൻസിപ്പിൾസ്. നിങ്ങൾ ഓരോ ഇഷ്യൂ വരുമ്പോൾ നിങ്ങളുടെ രാഷ്ട്രീയമോ മതപരമോ ഒക്കെ ആയ താല്പര്യങ്ങൾ വെച്ചിട്ട് ആ നരേറ്റീവ് അങ്ങ് ഓടിക്കുകയാണ് ചെയ്യുന്നത്. ഒന്നുകിൽ നിങ്ങൾ നിമിഷപ്രിയയുടെ കൂടെ നിൽക്കുകയാണെങ്കിൽ ആ ഷെറിൻ്റെ കൂടെയും നിൽക്കണം, അല്ലെങ്കിൽ രണ്ടുപേരുടെ കൂടെയും നിൽക്കരുത്. ഈ നിൽപ്പ് സമരക്കാരൊക്കെ ഉണ്ടല്ലോ ടി വിയിൽ, ഇവരെല്ലാം ദാരാസിംഗിനെ പറ്റി വോസിഫറസ് ആയിട്ട് സംസാരിക്കണം തയ്യാറുണ്ട്. ഇന്ന് ദാരാസിംഗിന് പരോൾ കൊടുക്കണം എന്ന് പറഞ്ഞൊരു പെറ്റീഷൻ മൂവ് ചെയ്യാൻ ആളുണ്ട്. നമ്മളുടെ ജെയിൻ ഉണ്ടല്ലോ, ഹരിശങ്കർ ജെയിൻ്റെ മകൻ വിഷ്ണു ശങ്കർ ജെയിൻ സുപ്രീം കോടതിയിൽ പെറ്റീഷൻ മൂവ് ചെയ്യുമെന്ന് പറഞ്ഞു. മൂവ് ചെയ്തോ ഇല്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. മൂവ് ചെയ്താൽ അത് വാർത്തയാകേണ്ടതാണ്, അയാളെ വഴിയിലിട്ട് തല്ലേണ്ടതാണ്. ദാരാസിംഗിന് വേണ്ടി പെറ്റീഷൻ മൂവ് ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട്. നൗ ഹൗ ദിസ് ഈസ് ഡിഫറെൻ്റ് എനിക്ക് മനസ്സിലാവണില്ല. എങ്ങനെയാണ് ഇവരെല്ലാം പുണ്യവാളന്മാരും പുണ്യവാളത്തികളുമാകുകയും ദാരാസിംഗ് മാത്രം കൊളരാത്തവനാകുകയും ചെയ്യുന്നത്? ഒരേ നീതി. ഇനി അതല്ല, നീതി വിടുക, ധാർമ്മികതയാണെന്ന് വയ്ക്കുക. ലോയല്ല, നമ്മൾ ധർമ്മ ആണ് ഉപയോഗിക്കുന്നത്. അങ്ങനെയാണെങ്കിലും അതെല്ലാവർക്കും തുല്യമായിരിക്കണ്ടേ? സോ ഇപ്പോൾ ഈ ചെയ്യുന്നത് ഓക്കെ, ഒരാളിൻ്റെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി ചെയ്തു എന്നൊക്കെ ഉള്ളത് ശരി. ബട്ട് അത് അഡ്വർടൈസ് ചെയ്തിട്ട് അതാണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ നാളെ നോക്കിക്കോളൂ, കേരളത്തിൽ ഈ ആർഗ്യുമെൻ്റ് വരും. ബ്ലഡ് മണി വാങ്ങിച്ച് തുറന്നു വിട്ടാൽ എന്താ എന്ന് ചോദിക്കും. ഷെറിൻ ഹാഡ് ഇനഫ് മണി. കാരണം അവർ വധക്കേസിലെ പ്രതികൾ ഷെറിൻ്റെ കയ്യിൽ ഇഷ്ടം പോലെ പൈസ ഉണ്ടായിരുന്നു. അവർ ഈ കൊലപാതകം കഴിയുമ്പോൾ തന്നെ പറയുകയാണ്, ഒരു 10 കോടി രൂപ പിടിച്ചോ, എന്നെ വിട്. മാത്രമല്ല, കാരണം അവർ റിലേറ്റീവ്സ് ആരെങ്കിലും ഈ കോടി മേടിക്കാനായിട്ട് വരുമോ എന്നും അറിഞ്ഞുകൂടാ. പിന്നെ എന്തുകൊണ്ടാണ് ഷെറിനെ ശിക്ഷിച്ചത്? നമ്മുടെ നാട്ടിൽ ക്രിമിനൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ ക്രൈം അഗൻസ്റ്റ് ദ സൊസൈറ്റി. അതുകൊണ്ടാണ് പോലീസ് കേസെടുക്കുന്നത്. വൈജിത്ത് തന്നെ തല്ലിക്കഴിഞ്ഞാൽ സീരിയസ് ആയിട്ട് തല്ലി നോക്കുക, ഞാൻ പരാതിയൊന്നും കൊടുക്കണ്ട, പോലീസ് സ്വമേധയാ കേസെടുക്കും. വൈജിത്തിനെ പ്രതിയാക്കി കേസെടുക്കും, അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. കാരണം വൈജിത്ത് എന്നെ തല്ലിയതിലൂടെ ഇന്ത്യൻ സൊസൈറ്റിയാണ് തല്ലിയിരിക്കുന്നത്, സമൂഹത്തെയാണ് തല്ലിയിരിക്കുന്നത്. അങ്ങനെ സമൂഹം എടുക്കുന്ന കേസാണ് പോലീസ് എടുക്കുന്ന കേസ്. എനിക്ക് വേണമെങ്കിൽ പറയാം, എനിക്ക് വിരോധമൊന്നുമില്ല. എന്നെ തല്ലിയിട്ടില്ല എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ വിചാരണ സമയത്ത് വൈജിത്തിനെ വിടുകയും ചെയ്യും. ബട്ട് തുടക്കത്തിൽ ഇറ്റ്സ് എ ക്രൈം അഗൈൻസ്റ്റ് സ്റ്റേറ്റ്. ഇതാണ്.
അതുകൊണ്ടാണ് ഷെറിനെ തടവിലാക്കിയത്. അപ്പോൾ ഷെറിനെ വിട്ടത് മഹാമോശമായി പോയി, നിമിഷപ്രിയയെ വിടണം. ഇതെങ്ങനെ മാച്ചാവും? ദാരാസിങ്ങിൻ്റെ കാര്യം മിണ്ടിപ്പോരുത്, ബാനാണ് ഇത്. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം എനിക്ക് തോന്നുന്നത് ഞാനൊരു മനുഷ്യനാണ് ദാരാസിങ്ങിന് വേണ്ടി വാദിക്കുന്നത്. വേറെ കേരളത്തിൽ ആരും ആ പേര് പറഞ്ഞ് ഞാൻ കേട്ടിട്ടില്ല. എനിക്ക് പിന്നെ ഞാൻ ഇത് എൻ്റെ മനസ്സിലെപ്പോഴും ഒരു ചോദ്യമായിട്ട് കിടക്കുന്നതാണ്. എന്താണ് ആ മനുഷ്യൻ ചെയ്തത് ഇത്ര വലിയ മഹാഭാവം? അങ്ങേരുടെ ശിക്ഷ ജീവപര്യന്തമാണെന്ന് ഉറപ്പിച്ചിട്ട് സുപ്രീം കോടതിയിലെ ജഡ്ജ്മെൻറ്റുണ്ട്. ആ ജഡ്ജ്മെൻറ്റിൽ സുപ്രീം കോടതി ഏറ്റവും അവസാനം എഴുതി, ഈ ഏർപ്പാടുണ്ടല്ലോ, ഈ മതപരിവർത്തനം, ഇത് ഇച്ചിരി മര്യാദയ്ക്കൊക്കെ വേണം ചെയ്യാൻ എന്ന് പറഞ്ഞുകൊണ്ട് ഷാർപ്പായിട്ട് ക്രിട്ടിസൈസ് ചെയ്തു. എല്ലാ ക്രൈസ്തവ സഭകളും വാൻ ബഹളം വെച്ചു. ഒടുവിൽ ആ 2 ലൈൻ എക്സ്പെൻഡ് ചെയ്യണമെന്ന് പറഞ്ഞിട്ട് ഹർജി പോയി. സുപ്രീം കോടതി എക്സ്പെൻഡ് ചെയ്തു. ആ 2-3 ലൈൻ ഉണ്ടായിരുന്നു, ആ പാരഗ്രാഫ് എക്സ്പെൻഡ് ചെയ്തു. ഇപ്പോൾ വെബ്സൈറ്റിൽ ആ പാരഗ്രാഫ് അടക്കമുള്ള ജഡ്ജ്മെൻറ്റും ഉണ്ട്, പാരഗ്രാഫ് എക്സ്പെൻഡ് ചെയ്തു എന്ന് പറഞ്ഞുള്ള അടുത്ത ജഡ്ജ്മെൻറ്റും ഉണ്ട്. യു ക്യാൻ സീ ദാറ്റ്. ഇതാണ് ദാരാസിങ്ങിൻ്റെ കേസിൽ സംഭവിച്ചത്. അപ്പോൾ ഇതിനൊന്നും ഒരു ധാർമ്മികതയോ സംഗതിയോ ഒന്നും ബാധകമല്ല. ഞങ്ങളുടെ കുറച്ച് പേരുണ്ട്, അവർക്ക് മാർക്കറ്റ് വാല്യൂ ഉണ്ട്, അവരെ ഇട്ടിങ്ങനെ കളിക്കുക. ഇവർ പോകുമ്പോൾ ഇവർക്ക് അറിഞ്ഞൂടെ ഈ യമൻ ഇതുപോലത്തെ സ്ഥലമാണെന്ന്. ജീവിക്കാൻ വേണ്ടിയിട്ടാണല്ലോ മനുഷ്യൻ ഫോറിനിൽ പോകുന്നത്, മരിക്കാൻ വേണ്ടിയിട്ടല്ല. ജീവിക്കാൻ വേണ്ടി പോകുന്നവൻ യമനിൽ പോവുമോ, ലെബനിൽ പോവുമോ, ഹിസ്ബുള്ളയുടെ നടുക്ക് ജീവിക്കാൻ വേണ്ടി? മരിക്കും എന്ന് ഉറപ്പാണ് അവിടെ പോയി കഴിഞ്ഞാൽ. അതിലും ഭേദം ഇവിടെ പട്ടിണി കിടന്ന് മരിക്കുന്നതാണ്. എന്തൊക്കെയാണ് നടക്കുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ പറയുന്നത് ഇതിൽ വലിയ ധാർമ്മികതയൊന്നുമില്ല, ഇതിന് വലിയ പൊങ്ങച്ചവും പറയണ്ട. നിങ്ങൾ ചെയ്തു, വെൽ, ഐ അണ്ടർസ്റ്റാൻഡ് ദ സിറ്റുവേഷൻ. അതിനപ്പുറം ഇതിനെ ഗ്ലോറിഫൈ ചെയ്യുന്നത് ഒരു സമൂഹത്തിൽ മോശം മെസ്സേജായിരിക്കും പോകുന്നത് എന്ന് ഞാൻ കരുതുന്നു.